ഹായ് ഫ്രണ്ട്സ്, സാലീസ് ഫുഡ് ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു മറ്റൊരു എപ്പിസോഡുമായിട്ട് വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഒരു 4 മണി സ്നാക്സുമായിട്ടാണ്. നല്ലൊരു അടിപൊളി കട്ട്ലേറ്റ്, നല്ലൊരു ചിക്കൻ കട്ട്ലേറ്റ്. അതാണെന്ന് നമ്മൾ സാലീസ് ഫുഡ് ലാബിൽ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റംസ്. നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ചെലവ് കുറച്ച് എങ്ങനെ വീട്ടിൽ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എന്റെ ചാനൽ ഇതുവരെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തണം. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1 കിലോ കിഴങ്ങ്, അത് പുഴുങ്ങിയതാണ്, ബോയിൽ ചെയ്ത് ഇതിഞ്ഞ് പൊടിക്കണം. ഒരു 1/4 കിലോ ചിക്കൻ, 1/4 കിലോ ഒരു 300 ഗ്രാം ചിക്കൻ ഉണ്ട്. ഇത് പുഴുങ്ങി മിക്സ് ചെയ്താണ്, നമ്മൾ പൊടിച്ചതാണ്, മിക്സിക്കകത്ത് പൊടിച്ചതാണ്. പിന്നെ ഒരു 50 ഗ്രാം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു 20 ഗ്രാം വെളുത്തുള്ളി, ഒരു 2 കറിവേപ്പില, ഒരു 2 ടേബിൾ സ്പൂൺ പച്ചമുളക്, ഒരു ടേബിൾ സ്പൂൺ മല്ലിയില, 1.5 സവോള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതാണിത്. പിന്നെ ഉപ്പ് നമ്മുടെ ആവശ്യത്തിന്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 മുട്ട. ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ഇത് വറക്കാനുള്ളത്. ഇത് അതിലേക്കുള്ള മാരിനേറ്റ് ചെയ്യാനുള്ള ബ്രെഡ് ക്രംസ്. ഇത്രയാണ് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ആദ്യം തന്നെ ഇതിനകത്തേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ അത്ര റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ചോപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ജിഞ്ചർ, ഗാർലിക്ക്, ഗ്രീൻ ചില്ലി, കറിവേപ്പില, മല്ലിയില പകുതി കുറച്ച് കഴിഞ്ഞതാണ്. മല്ലിയില പകുതി നമ്മൾ ഇട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം വളരെ എളുപ്പത്തിലുള്ള പരിപാടിയാണ്. നമുക്ക് കാണുമ്പോൾ വലിയ സംഭവം ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആർക്ക് വേണേലും ഉണ്ടാക്കാവുന്ന സംഭവം. ഒരുപാട് ചിലവുകളൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള മുളകും ഉള്ളിയും സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ഇത് മൂത്തിട്ടുണ്ട്. നമ്മൾ ഓണിയൻ ആഡ് ചെയ്യാം. നമ്മൾ വീട്ടിൽ ചിക്കൻ കറിക്കൊക്കെ കോഴി മേടിക്കുമ്പോൾ അതിൻ്റെ ഒരു പീസ് മാറ്റിയാൽ മതി. ഒരു പീസ് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാനുള്ള കട്ട്ലേറ്റ് അത് നമുക്ക് ഉണ്ടാക്കാം. ചിക്കൻ കറിയായി, കട്ട്ലേറ്റുമായി. നമ്മുടെ സവാള ഇട്ടത് പാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് മസാലയൊക്കെ ഇടാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല. ഈ മസാല നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ചിക്കൻ ഇടാം. നല്ലപോലെ വേവിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണിത്. ഇതിഞ്ഞ് അടി പിടിക്കാതെ ഇങ്ങനെ കൂടെ ഇളക്കി കൊടുക്കണം. ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർക്കും. നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് പൊടിച്ച് ചേർക്കാം. ഇനി ഇത് അതിനകത്തേക്ക് നല്ലപോലെ മിക്സ് ചെയ്ത്, ഉരുളക്കിഴങ്ങ് നല്ലപോലെ പൊടിച്ച് മിക്സ് ചെയ്ത് കയറ്റുക. കഴിഞ്ഞ് ചൂടാകുമ്പോൾ നമുക്ക് ബോൾ പിടിക്കാം. അപ്പം നമ്മുടെ കട്ട്ലേറ്റ് ഇപ്പോൾ ബോൾ പിടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം. അപ്പം ഞാൻ ആക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. അല്ലെങ്കിൽ അച്ചുണ്ടെങ്കിൽ അത് പിന്നെ ആഡിയൻ, സ്ക്വയർ, പിന്നെ സർക്കിള്, അങ്ങനെ പല രീതിയിലും കിട്ടും. ഇങ്ങനെ നമുക്കിത് കയ്യിൽ വെച്ച് ഇതുപോലെ ഈ ഷേപ്പിലാക്കിയിട്ട് 2 മുട്ട എടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് കട്ട്ലേറ്റ് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ മുട്ടയിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇതാണ്
കട്ട്ലേറ്റ് ഈ സൈസിൽ ഇങ്ങനെ നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കാം. കാണാം. നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം അടിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ക്രം ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ്. ഇത് നല്ല ഫ്ലെയിമിൽ നല്ല ചൂടുണ്ടാവണം. നല്ല ചൂടിൽ നമ്മൾ എണ്ണയിലിടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്നൊരു സ്നാക്സ് ആണ്. നമ്മുടെ ക്വാണ്ടിറ്റി എത്ര നമുക്ക് വേണം എന്നുള്ളതിനനുസരിച്ച് നമുക്ക് മെഷർമെന്റിൽ വ്യത്യാസം വരുത്താം. കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. പുറത്താണെങ്കിൽ നല്ല ക്രിസ്പാണ്. ഇതിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ, പക്ഷേ ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റും അതെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് ക്രംസ് ഇവിടെ നമ്മൾ തന്നെ റെഡിയാക്കിയതാണ്. അത് നമ്മുടെ ബ്രെഡ് ഇവിടെ തന്നെ നമ്മൾ പൊടിച്ച് റെഡിയാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻറ്റ് ഉണ്ട്. നല്ല ടേസ്റ്റാണ്. ഭയങ്കര രസമാണ് ഈ സാധനം തിന്നാനായിട്ട്. അപ്പോൾ 4 മണിക്ക് നമുക്ക് ചായയോടൊപ്പം വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതിന് താഴെയുള്ള ബെൽ ബട്ടൺ ഞെക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം. നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഫാമിലിയിലും ഷെയർ ചെയ്യണം. ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.